മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ദ ബോയ് ഹൂ ഡ്രൂ ക്യാറ്റ്സ്. അപ്പോൾ എന്താണ് ഈ പാഠഭാഗത്തിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഹോപ്പ് യു എൻജോയ് ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ. മിസ്റ്റീരിയസ് പിക്ചർ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ആ കഥ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. യു കെയിം അക്രോസ് ടിൽ ദ പെയിൻറ്റർ ഇൻ ദ സ്റ്റോറി. ആ കഥയിൽ നമ്മൾ ആരെയാണ് കണ്ടത്? ടിൽ എന്ന് പറയുന്ന ഒരു പെയിൻറ്ററിനെയാണ് നമ്മൾ കണ്ടത്. ഇൻ ദി സ്റ്റോറി യു വിൽ സി എ ബോയ് ഹു ഈസ് എ പെയിൻറ്റർ. ഈ കഥയിലും നമുക്ക് പെയിൻറ്റർ ആയിട്ടുള്ള ഒരു കുട്ടിയെ കാണാൻ കഴിയും. ഹു നോസ് ടു ഡ്രാ ഓൺലി ക്യാറ്റ്സ്. എങ്ങനെയുള്ള പൂച്ചകളുടെ ചിത്രം മാത്രം വരയ്ക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയെ. ഇറ്റ്സ് എ ജാപ്പനീസ് ഫോക്ക് ടെയിൽ. ഇതൊരു ജാപ്പനീസ് നാടോടി കഥയാണ്. ഇതെന്ന് പറയുന്നത് ഈ ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ്. അപ്പം നമുക്ക് നോക്കാം. A long time ago, in a small country village in Japan, there lived a poor farmer and his wife, who were very good people. അപ്പം ജപ്പാനിലെ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ജപ്പാനിൽ എന്ത് ചെയ്തിരുന്നു? ഒരു പാവപ്പെട്ട ഒരു കർഷകനും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു. ഹൂ വെയർ വെരി ഗുഡ് പീപ്പിൾ. അവർ നല്ല ആൾക്കാരായിരുന്നു. ദേ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ. അവർക്ക് ധാരാളം കുട്ടികളും ഉണ്ടായിരുന്നു. ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ. അവരെല്ലാവർക്കും ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നോക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. കാരണം അതിനുള്ള സാമ്പത്തികം അവർക്ക് ഉണ്ടായിരുന്നില്ല. ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ് വെൻ ഓൺലി 14 years old ടു ഹെൽപ്പ് ഹിസ് ഫാദർ. മൂത്ത കുട്ടി എന്ത് ചെയ്തു? മൂത്ത പുത്രൻ എന്ത് ചെയ്തു? 14 വയസ്സുള്ളപ്പോൾ തന്നെ എന്ത് ചെയ്തു? അച്ഛനെ ജോലിയിൽ സഹായിക്കാനായി തുടങ്ങി. And the little girls learned to help their mother almost as soon as they could walk. എന്ത് ചെയ്തു? മറ്റ് പെൺകുട്ടികൾ എന്ത് ചെയ്തു? അവർ നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അമ്മയെ സഹായിക്കാനായി പഠിച്ചു. But the youngest child, a little boy, did not seem to be fit for hard work. എന്നാൽ യങ്ങായിട്ടുള്ള ആ കുട്ടി കഠിനമായ ജോലിയൊന്നും ചെയ്യുന്നതിന് ഫിറ്റ് ആയിരുന്നില്ല. He was very cleverer than all his brothers and sisters. എന്നാൽ അവൻ്റെ ബ്രദേഴ്സിനേക്കാളും സിസ്റ്റേഴ്സിനേക്കാളും ക്ലവർ ആയിരുന്നു. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ. എന്നാൽ അവൻ വീക്കും സ്മോളുമായിരുന്നു. ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. അതുകൊണ്ട് ആൾക്കാർ എന്ത് പറഞ്ഞിരുന്നു? അവൻ വളരുകയില്ല എന്ന് ആൾക്കാർ പറയുകയുണ്ടായി. സോ ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ ടു ബിക്കം എ ഫാർമർ. അതുകൊണ്ട് ഒരു കർഷകനാക്കുന്നതിനേക്കാൾ ബെറ്റർ ഒരു പുരോഹിതനാകുന്നതാണ് എന്ന് അവൻ്റെ രക്ഷകർത്താക്കൾ ചിന്തിച്ചു. They took him with them to the village temple one day and asked the good old priest who lived there if he would have their little boy for his acolyte and teach him all that a priest ought to know. അപ്പോൾ എന്ത് ചെയ്തു? നേരെ അവൻ്റെ രക്ഷകർത്താക്കൾ അവനെ അവിടെ ഗ്രാമത്തിലുള്ള ഒരു അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന പ്രായമായ പുരോഹിതൻ്റെ അടുത്ത് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഇവനെ, ആ ബോയിയെ അദ്ദേഹത്തിൻ്റെ ആ പുരോഹിതൻ്റെ ആക്വലൈറ്റ്, സഹായി അല്ലെങ്കിൽ ശിഷ്യനാക്കാമോ എന്ന് ചോദിച്ചു. എന്തിന്? പുരോഹിതനാകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ശിഷ്യനാക്കാമോ എന്ന് ചോദിച്ചു. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ്. ആ ബോയിയുടെ അടുത്ത്, ആ ലാഡിൻ്റെ അടുത്ത്, ബോയ് ആ കുട്ടിയുടെ അടുത്ത് ആ വയസ്സായ പുരോഹിതൻ വളരെ കൈൻഡ് ആയിട്ട് എന്ത് ചെയ്തു? സംസാരിച്ചു. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് എന്ത് ചെയ്തു? കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിച്ചു. സോ ക്ലെവർ വെയർ ദ ആൻസേഴ്സ് ദാറ്റ് ദ പ്രീസ്റ്റ് എഗ്രീഡ് ടു ടേക്ക് ദ ലിറ്റിൽ ഫെലോ ഇൻ ദ ടെമ്പിൾ ആസ് ആൻ ആക്വലൈറ്റ് ആൻഡ് ടു എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്. അതുമാത്രമല്ല, അവൻ എല്ലാത്തിനും ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാത്തിനും അവൻ എന്ത് ചെയ്തു? വളരെ ക്ലെവറായിട്ട് ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആ ബോയിയെ ആ പുരോഹിതൻ്റെ സഹായിയാക്കാമെന്ന് പറയുകയും ചെയ്തു. ദ ബോയ് ലേൺഡ് ക്വിക്ക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടൗട്ട് ഹിം. ആ വയസ്സായ പുരോഹിതൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ ആ ബോയ് വളരെ വേഗതയിൽ പഠിച്ചു. ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ്. മിക്ക കാര്യങ്ങളിലും അവൻ വളരെയധികം അനുസരണമുള്ളവനായിരുന്നു. ബട്ട് ഹി ഹാഡ് വൺ ഫോൾട്ട്. എന്നാൽ അവന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. He liked to draw cats during study hours and to draw cats even where cats ought not to have been drawn at all.
എപ്പോഴും പഠിപ്പിക്കുന്ന സമയത്ത് പോലും അവൻ പൂച്ചകളുടെ ചിത്രം വരയ്ക്കാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നു. Whenever he found himself alone, he drew cats. എപ്പോഴൊക്കെ അവൻ ഒറ്റയ്ക്കിരിക്കുന്നോ അപ്പോഴെല്ലാം പൂച്ചകളുടെ ചിത്രം വരച്ചിരുന്നു. He drew them on the margins of the priest's books and on all the screens of the temple and on the walls and on the pillars. എവിടെയൊക്കെ അവൻ പുരോഹിതന്റെ പുസ്തകത്തിന്റെ മാർജിനിലും അവിടെ ഉണ്ടാകുന്ന ടെമ്പിളിന്റെ സ്ക്രീനിലും അതോടൊപ്പം തന്നെ ചുവരിലും തൂണുകളിലും എല്ലായിടത്തും എന്ത് ചെയ്തിരുന്നു? അവൻ പൂച്ചയുടെ ചിത്രങ്ങൾ വരച്ചിരുന്നു. Several times the priest told him this was not right. പല പ്രാവശ്യം ഇത് ശരിയല്ല എന്ന് പുരോഹിതൻ അവൻ്റെ അടുത്ത് പറയുകയുണ്ടായി. But he did not stop drawing cats. എന്നാൽ പൂച്ചകളുടെ ചിത്രം വരയ്ക്കുന്നത് നിർത്താനായി കഴിഞ്ഞില്ല. He drew them because he could not really help it. അവൻ അതൊരിക്കലും നിർത്താനായി കഴിഞ്ഞിരുന്നില്ല. He had what is called the genius of an artist. അപ്പോൾ അവനെ എന്തുകൊണ്ടും ഒരു ജീനിയസ് ഓഫ് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാം. ഫോർ ദാറ്റ് റീസൺ ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ് ടു ബി ആൻ ആക്കുലൈറ്റ്. ഈ ഒരു കാരണം കൊണ്ട് അവൻ ഒരു പുരോഹിതന്റെ ശിഷ്യനാകാനായിട്ട് സഹായിയാകാനായിട്ട് ഫിറ്റ് ആയിരുന്നില്ല. എ ഗുഡ് ആക്കുലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. നല്ല ഒരു സഹായി ആണ് എന്നുണ്ടെങ്കിൽ എന്ത് വേണം? തീർച്ചയായിട്ടും പുസ്തകങ്ങൾ പഠിക്കണം. അപ്പം ഇങ്ങനെ എപ്പോഴും പൂച്ചകളുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് നടക്കുന്നത് കാരണം അവൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്, പക്ഷേ ഒരു പുരോഹിതന്റെ സഹായിയാകാനുള്ള ഒരു ക്വാളിറ്റിയൊന്നും അവന് ഉണ്ടായിരുന്നില്ല. One day after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely, "My boy, you must go away from this temple at once." അപ്പോൾ ഒരു ദിവസം അവൻ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന പേപ്പർ സ്ക്രീനിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് വളരെ ക്ലവറായിട്ട് പൂച്ചകളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. ആ പ്രായമായ പുരോഹിതൻ അവൻ്റെ അടുത്ത് വളരെ കഠിനമായിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണ്? മൈ ബോയ്, യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് ഓൺസ്. എത്രയും പെട്ടെന്ന് നീ ഈ ടെമ്പിളിൽ നിന്ന് പുറത്തേക്ക് പോകണം. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നിനക്കൊരിക്കലും നല്ല ഒരു പുരോഹിതനാകാൻ കഴിയുകയില്ല. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഒരു പക്ഷേ നീ നല്ല ഒരു ആർട്ടിസ്റ്റ് ആയി തീർന്നേക്കാം. നൗ ലെറ്റ് മീ ഗീവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. അവസാനമായിട്ട് ഞാൻ നിനക്ക് ഒരു ഉപദേശം കൂടി നൽകുന്നു. എന്താണ് ഉപദേശം? ആൻഡ് ബി ഷുവർ യു നെവർ ഫോർഗെറ്റ് ഇറ്റ്. ഇതൊരിക്കലും നീ എന്ത് ചെയ്യില്ല? മറക്കില്ല എന്ന് ഉറപ്പാണ്. എന്താണ് ഉപദേശം? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. രാത്രി സമയങ്ങളിൽ എന്ത് ചെയ്യുക? വലിയ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞുകൂടുക. അങ്ങനെ ഒരു ഉപദേശം കൂടി അവനെ അവിടുന്ന് പറഞ്ഞു വിടുന്ന സമയത്ത് ആര് നൽകി? പുരോഹിതൻ ആ ബോയ്ക്ക് നൽകി. The boy did not know what the priest mean by saying avoid large places, keep too small. ആ പുരോഹിതൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം മാത്രം അവന് മനസ്സിലാക്കാനായി കഴിഞ്ഞില്ല. അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. അതിന്റെ അർത്ഥം മാത്രം അവന് മനസ്സിലാക്കാനായി കഴിഞ്ഞില്ല. He thought and thought while he was tying up his little bundle of clothes to go away. പോകുന്നതിന് വേണ്ടി അവന്റെ വസ്ത്രങ്ങളെല്ലാം ബണ്ടിലാക്കി എടുക്കുന്ന സമയത്തും അവനത് ചിന്തിച്ചു. But he could not understand those words. എന്നാൽ ആ വാക്കുകൾ അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനി മോർ എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. യാത്ര പറയുന്നത് ഒഴികെ മറ്റെന്തെങ്കിലും ആ പുരോഹിതന്റെ അടുത്ത് ചോദിക്കാനും അവൻ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി. അവരെന്ത് ചെയ്തു? വളരെ ദുഃഖത്തോടുകൂടി ആ ടെമ്പിളിൽ നിന്ന് പുറത്തേക്ക് പോയി. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹി ഷുഡ് ഡു. ഇനി എന്ത് ചെയ്യുമെന്ന് അതിശയിക്കുകയും ചെയ്തു. ഇഫ് ഹി വെന്റ് സ്ട്രൈറ്റ് ഹോം, അവൻ നേരെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഹി ഫെൽറ്റ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം. അവൻ്റെ അച്ഛൻ എന്ത് ചെയ്യും? അവനെ ശിക്ഷിക്കും. ഫോർ ഹാവിംഗ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്. പുരോഹിതനെ അനുസരിക്കാതിരുന്നതിന് അവൻ്റെ അച്ഛൻ അവനെ ശിക്ഷിക്കും. സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം. അതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ ഭയപ്പെട്ടു. ഓൾ അറ്റ് ഓൺസ് ഹി റിമെമ്പേർഡ് ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ് 12 miles away there was a very big temple. അതേസമയം തൊട്ടടുത്ത ഗ്രാമത്തിൽ 12 മൈൽ അകലെയുള്ള അടുത്ത ഗ്രാമത്തിൽ ഒരു വലിയ ടെമ്പിൾ ഉണ്ട് എന്നുള്ള കാര്യം അവൻ ഓർമ്മിച്ചു. He had heard there were several priests at that temple. അവിടെ ആ ടെമ്പിളിൽ ധാരാളം പുരോഹിതന്മാരുണ്ട് എന്ന് അവൻ കേട്ടിട്ടുണ്ട്. And he made up his mind to go to them and ask them to take him for their acolyte. അതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെയുള്ള പുരോഹിതന്മാരെടുത്ത് അവനെ അവരുടെ സഹായിയാക്കാമോ എന്ന് ചോദിക്കാം എന്നവൻ മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്, ഡിസൈഡഡ്, തീരുമാനിക്കുകയും ചെയ്തു. Now that big temple was closed up.
എന്നാൽ ആ വലിയ ടെമ്പിള് ഈ അടുത്ത കാലത്തായിട്ട് അടച്ചു. ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദിസ് ഫാക്ട്. എന്നാൽ ആ സത്യം ആ കുട്ടി അറിഞ്ഞില്ല. The reason it had been closed up was that a goblin had frightened the priest away. കാരണം എന്താണ്? അടയ്ക്കാൻ കാരണം എന്താണ്? ഒരു ഗോബ്ലിൻ, ഒരു പിശാച് എന്തു ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരെ എല്ലാം ഭയപ്പെടുത്തി ഓടിച്ചു. ആൻഡ് ഹാഡ് ടേക്കൺ പൊസിഷൻ ഓഫ് ദ പ്ലേസ്. അതുമാത്രമല്ല ആ സ്ഥലം കൈയടക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പിശാച് എന്തു ചെയ്തു? പുരോഹിതന്മാരെ എല്ലാം അവിടെ നിന്ന് ഭയപ്പെടുത്തി ഓടിച്ച് ആ സ്ഥലം കൈയടക്കി. Some brave warriors had afterward gone to the temple at night. എന്ത് ചെയ്തു? To kill the goblin. ഗോബ്ലിനെ കൊല്ലുന്നതിന് വേണ്ടി ധൈര്യവാന്മാരായ കുറച്ച് യോദ്ധാക്കൾ അതിനുശേഷം രാത്രി ആ ടെമ്പിളിലേക്ക് പോയി. ബട്ട് they had never been seen alive again. ആ യോദ്ധാക്കളെ പിന്നെ ആരും തന്നെ കണ്ടിട്ടില്ല. Nobody had ever told these things to the boy. ഈ കാര്യങ്ങളൊന്നും തന്നെ ആരും ആ ബോയിയുടെ അടുത്ത് പറഞ്ഞില്ല. സോ ഹി വോക്ക്ഡ് ഓൾ ദ വേ ടു ദ വില്ലേജ് ഹോപ്പിംഗ് ടു ബി കൈൻഡ്ലി ട്രീറ്റഡ് ബൈ ദ പ്രീറ്റ്സ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ വളരെ പ്രതീക്ഷയോടുകൂടി എന്ത് ചെയ്തു? ആ ഗ്രാമത്തിലേക്ക് പുരോഹിതന്മാർ അവനെ ശിഷ്യനാക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എന്ത് ചെയ്തു? അവൻ ആ ഗ്രാമത്തിലെ വില്ലേജിലെ ടെമ്പിളിലേക്ക് നടന്നു. വെൻ ഹി ഗോട്ട് ടു ദ വില്ലേജ് ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക്. അവൻ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഇരുട്ട് പരന്നിരുന്നു, രാത്രിയായി. ആൻഡ് ഓൾ ദ പീപ്പിൾ വെയർ ഇൻ ബെഡ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കിടക്കുന്നതിന് വേണ്ടി പോയി. ബട്ട് ഹി സാ ദ ബിഗ് ടെമ്പിൾ ഓൺ എ ഹിൽ അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ പ്രിൻസിപ്പൽ സ്ട്രീറ്റ് ആൻഡ് ഹി സാ ദെയർ വാസ് എ ലൈറ്റ് ഇൻ ദ ടെമ്പിൾ. അവിടെ ഉണ്ടായിരുന്ന പ്രധാന തെരുവിനെ എതിർവശത്ത് കുന്നിന് മുകളിലായിട്ട് ഉള്ള ടെമ്പിളിൽ അവൻ പ്രകാശം കണ്ടു. പീപ്പിൾ ഹു ടെൽ ദ സ്റ്റോറി സേ ദ ഗോബ്ലിൻ യൂസ് ടു മേക്ക് that light in order to tempt lonely travelers to ask for shelter. അപ്പം ഈ ഒറ്റയ്ക്ക് വരുന്ന യാത്രക്കാരെ ഒരു ഷെൽറ്ററിന് വേണ്ടി ആകർഷിക്കാനാണ് ആ ടെമ്പിളിൽ ലൈറ്റ് കിടക്കുന്നത് എന്ന് അവിടെയുള്ളവർ പറയാറുണ്ട്. ദ ബോയ് വെന്റ് അറ്റ് ഓൺസ് ടു ദ ടെമ്പിൾ. ആ ബോയ് എന്ത് ചെയ്തു? ടെമ്പിളിലേക്ക് പോയി. ആൻഡ് നോക്ക്ഡ്. എന്നിട്ട് എൻ്റെ വാതിലിൽ മുട്ടി. ദർ വാസ് നോ സൗണ്ട് ഇൻസൈഡ്. അകത്തുനിന്ന് ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. He knocked and knocked again. അവൻ വീണ്ടും മുട്ടി, വാതിൽ മുട്ടി. ബട്ട് സ്റ്റിൽ നോബഡി കെയിം. എന്നാൽ ഇപ്പോഴും ആരും പുറത്തേക്ക് വന്നില്ല, ആരെയും കണ്ടില്ല. അറ്റ് ലാസ്റ്റ് ഹി പുഷ്ഡ് ജെന്റ്ലി അറ്റ് ദ ഡോർ. അവസാനം സാവധാനം വാതിലിൽ തള്ളി. ആൻഡ് വാസ് ക്വൈറ്റ് ഗ്ലാഡ് ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫാസ്റ്റൻഡ്. ആ വാതില് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല, ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവന് വളരെയധികം സന്തോഷമായി. സോ ഹി വെന്റ് ഇൻ. അവൻ അകത്തേക്ക് പ്രവേശിച്ചു. ആൻഡ് സാ എ ലാമ്പ് ബേണിംഗ് ബട്ട് നോ പ്രീസ്റ്റ്. ഒരു വിളക്ക് കത്തിയിരിപ്പുണ്ടായിരുന്നു, എന്നാൽ അവിടെ പുരോഹിതന്മാരാരെയും കണ്ടിരുന്നില്ല. അവിടെ പുരോഹിതന്മാരാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഹി തോട്ട് സം പ്രീസ്റ്റ് വുഡ് ബി ഷുവർ ടു കം വെരി സൂൺ ആൻഡ് ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്. അപ്പം പുരോഹിതന്മാർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുമെന്ന് അവൻ ചിന്തിച്ച് അവിടെ കാത്തിരുന്നു. Then he noticed that everything in the temple was grey with dust and thickly spun over with cobwebs. എന്നാൽ എന്ത് ചെയ്തു? ആ ടെമ്പിളിൽ നിറച്ച് പൊടിയും അതോടൊപ്പം തന്നെ ചിലന്തി വലയും എല്ലാം പിടിച്ചു കിടക്കുന്നത് അവൻ നോട്ടീസ് ചെയ്തു, അവൻ ശ്രദ്ധിച്ചു. So he thought to himself that the priests would certainly like to have an acolyte to keep the place clean. അപ്പോൾ എന്താണ്? So he thought to himself that the priests would certainly like to have an acolyte. ഒരു പക്ഷേ ഉറപ്പായിട്ടും അവിടെയുള്ള പുരോഹിതന്മാര് ഒരു സഹായിയെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു സഹായി വേണമായിരിക്കാം. ഇതിനു വേണ്ടി ടു കീപ് ദ പ്ലേസ് ക്ലീൻ. ആ സ്ഥലം നല്ല രീതിയിൽ പൊടിയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിടുന്നതിന് വേണ്ടി ഒരു സഹായിയുടെ ആവശ്യം ഉണ്ടായിരിക്കാം എന്ന് അവൻ ചിന്തിച്ചു. ഹി വാണ്ടഡ് വൈ ദേ ഹാഡ് അലൗഡ് എവരിത്തിങ് ടു ഗെറ്റ് സോ ഡസ്റ്റി. എന്നാൽ എല്ലാം പൊടി പിടിച്ചു കിടക്കാൻ എന്തുകൊണ്ട് അവർ അനുവദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ അതിന് അനുവാദം കൊടുത്തിരിക്കുന്നു എന്നുള്ള അതിശയം അവന് തോന്നി. What most pleased him, however, were some big white screens good to paint cats upon. എന്നാൽ അവനെ കൂടുതൽ സന്തോഷിപ്പിച്ചത് എന്താണ്? അവനെ എന്താണ് സന്തോഷിപ്പിച്ചത്? അവിടെ പൂച്ചയുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ വൈറ്റ് സ്ക്രീൻ കണ്ടെത്തി. അതവനെ സന്തോഷം ഉണ്ടാക്കി. Though he was tired, he looked at once for a writing box. അപ്പോൾ അവൻ ടയേർഡ് ആയിരുന്നുവെങ്കിലും അവനൊരു റൈറ്റിംഗ് ബോക്സ് നോക്കി. ആൻഡ് ഫൗണ്ട് ഒന്ന് കണ്ടെത്തി. ആൻഡ് ഗ്രൗണ്ട് സം ഇങ്ക് ആൻഡ് ബിഗാൻ ടു പെയിന്റ് കാറ്റ്സ്. അവൻ എന്ത് ചെയ്തു? ആ മഷിയൊക്കെ ഒഴിച്ച് തറയിൽ മഷിയൊക്കെ ഒഴിച്ച് അവൻ എന്ത് ചെയ്തു? ആ പൂച്ചയുടെ ചിത്രം വരയ്ക്കാനായി തുടങ്ങി.
വൺ ഓഫ് ദി സ്ക്രീൻസ്. അവൻ അവിടെ ഉണ്ടായിരുന്ന സ്ക്രീനിൻ്റെ ഒന്നിൻ്റെ അരികിലായിട്ട് അവൻ ഉറങ്ങുന്നതിന് വേണ്ടി കിടന്നു. വെൻ ഹി സഡൻലി റിമെമ്പേർഡ് ദ വേർഡ്സ്, പെട്ടെന്ന് അവൻ ആ വാക്ക് ഓർമ്മിച്ചു. ഏത്? പുരോഹിതൻ പറഞ്ഞ ആ വാക്ക് ഏത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ. രാത്രി സമയത്ത് ആ ലാർജ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ ചെറിയ സ്ഥലങ്ങൾ കഴിയുക. ആ ഒരു വാചകം അവന് പെട്ടെന്ന് ഓർമ്മ വന്നു. ദ ടെമ്പിൾ വാസ് വെരി ലാർജ്. ആ ടെമ്പിൾ വളരെ ലാർജ് ആയിരുന്നു. ഹി വാസ് ഓൾ എലോൺ. അവൻ ഒറ്റയ്ക്കും. ആൻഡ് ആസ് ഹി തോട്ട് ഓഫ് ദീസ് വേർഡ്സ്, അവൻ ഈ വാക്കുകളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ, ദോ ഹി കുഡ് നോട്ട് ക്വൈറ്റ് അണ്ടർസ്റ്റുഡ്, അവന് അത് മനസ്സിലായില്ലെങ്കിലും എന്ത് അണ്ടർസ്റ്റുഡ് ദം, ഹി ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം എ ലിറ്റിൽ അഫ്രൈഡ്. അവൻ ആദ്യമായിട്ട് കുറച്ച് ഭയം അനുഭവപ്പെടാനായി തുടങ്ങി. അപ്പം പുരോഹിതൻ പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അവന് മനസ്സിലായില്ലെങ്കിലും ആദ്യമായിട്ട് ആ ബോയ്ക്ക് എന്ത് ചെയ്തു? ഭയം അനുഭവപ്പെടാനായി തുടങ്ങി. ആൻഡ് ഹി റിസോൾവ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്. അപ്പോൾ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്ഥലം കണ്ടെത്താനായിട്ട് അവൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് വിത്ത് എ സ്ലൈഡിംഗ് ഡോർ. അപ്പോൾ എന്ത് ചെയ്തു? ഒരു ചെറിയ ബോക്സ് പോലെയുള്ള ഒന്ന് അവനത്തെ ഒരു വശത്തേക്ക് മാറ്റാൻ പറ്റുന്ന വാതിലോട് കൂടി ഒരു ബോക്സ് പോലെയുള്ള ഒന്ന് കണ്ടെത്തി. ആൻഡ് വെന്റ് ഇൻ ടു ഇറ്റ്, അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്, അപ്പോൾ അതിനുള്ളിൽ പ്രവേശിച്ച് അതിൻ്റെ ഡോറും അടച്ചു. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് അസ്ലീപ്. അവൻ അവിടെ കിടന്ന് ഗാഠനിദ്രയിലാവുകയും ചെയ്തു. വെരി ലേറ്റ് ഇൻ ദ നൈറ്റ് ഹി വാസ് അവേക്കൻഡ് ബൈ എ മോസ്റ്റ് ടെറിബിൾ നോയ്സ്, എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ്. രാത്രി വളരെ വൈകി എന്ത് ചെയ്തു? ഭയാനകമായ ശബ്ദം, എന്തിൻ്റെയൊക്കെ? ആ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെയും അലർച്ചയുടെയും എല്ലാം ശബ്ദം കേട്ട് അവൻ ഉണർന്നു. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ ദാറ്റ് ഹി വാസ് അഫ്രൈഡ് ഈവൻ ടു ലുക്ക് ത്രൂ എ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ക്യാബിനറ്റ്. ആ ചെറിയ ബോക്സ് പോലെയുള്ള മുറി, അതിൻ്റെ വാതിലിൻ്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കാൻ പോലും അവന് ഭയം തോന്നി. ഹി ലേ വെരി സ്റ്റിൽ ഹോൾഡിംഗ് ഹിസ് ബ്രെത്ത് ഫോർ ഫ്രൈറ്റ്. അവൻ ഭയം കാരണം ശ്വാസം അടക്കി പിടിച്ച് നിശ്ചലമായി അതിനുള്ളിൽ കിടന്നു. ദ ലൈറ്റ് ദാറ്റ് ഹാഡ് ബീൻ ഇൻ ദ ടെമ്പിൾ വെന്റ് ഔട്ട്. ആ ടെമ്പിളിൽ ഉണ്ടായിരുന്ന ലൈറ്റ് അണഞ്ഞു. ബട്ട് ദ ഔഫുൾ സൗണ്ട് കണ്ടിന്യൂഡ്. എന്നാൽ ആ ഭയാനകമായ ശബ്ദം തുടർന്നു. ആൻഡ് ബിക്കെയിം മോർ ഔഫുൾ. എന്ത് ചെയ്തു? കൂടുതൽ ഭയാനകമായി തീരുകയും ചെയ്തു. ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷോക്ക്. എന്ത് ചെയ്തു? ടെമ്പിൾ മുഴുവൻ കുലുങ്ങാൻ തുടങ്ങി. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം, ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. ദീർഘനേരം നിശബ്ദമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദീർഘനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷവും ആ കുട്ടി എന്ത് ചെയ്തു? അനങ്ങാൻ പോലും ഭയപ്പെട്ടു. He did not move until the light of the morning sun shone in the cabinet through the chinks of the little door. ആ ചെറിയ വാതിലിൻ്റെ വിടവിലൂടെ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ അകത്തേക്ക് പതിക്കുന്നത് വരെ എന്ത് ചെയ്തില്ല? അവൻ അതിൻ്റെ അകത്ത് അനങ്ങാതെ കിടന്നു. അപ്പം പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ അവൻ കിടക്കുന്ന മുറിക്കുള്ളിലേക്ക് പതിക്കുന്നത് വരെ അവൻ അനങ്ങാതെ അതിനുള്ളിൽ തന്നെ ഇരുന്നു. Then he got off his hiding place very cautiously and looked about. അവൻ അതിൻ്റെ അകത്ത് നിന്ന്, ആ മുറിക്കുള്ളിൽ നിന്ന്, അല്ലെങ്കിൽ ആ ക്യാബിനറ്റിൻ്റെ അകത്ത് നിന്ന് അവൻ സാവധാനം വളരെ ശ്രദ്ധയോടുകൂടി പുറത്തേക്കിറങ്ങി ചുറ്റും നോക്കി. ദ ഫസ്റ്റ് തിങ് ഹി സാ വാസ് ദാറ്റ് ഓൾ ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. അപ്പോൾ ആ ടെമ്പിളിൻ്റെ എന്ത് ചെയ്തു? ഫ്ലോർ നിറച്ച് രക്തം കൊണ്ട് മൂടിക്കിടക്കുന്നത് അവൻ കാണുകയുണ്ട്. അപ്പോൾ അവൻ ആദ്യമായിട്ട് കണ്ട എന്താണ്? ആ ടെമ്പിളിൻ്റെ തറ നിറച്ച് എന്ത് ചെയ്തു? രക്തം കൊണ്ട് മൂടിക്കിടക്കുന്നു. And then he saw lying dead in the middle of it an enormous monstrous rat, a goblin rat bigger than a cow. അതുമാത്രമല്ല എന്ത് ചെയ്തു? അതിൻ്റെ മധ്യത്തായിട്ട് ഒരു വലിയ ഒരു ഗോബ്ലിൻ റാറ്റ്, ബിഗർ ദാൻ എ കൗ, ഒരു കൗവിനേക്കാൾ വലിപ്പമുള്ള ഒരു ഗോബ്ലിൻ റാറ്റ് ആ ഫ്ലോറിൻ്റെ മധ്യത്തായിട്ട്, അതിൻ്റെ തറയുടെ മധ്യത്തായിട്ട് ചത്തു കിടക്കുന്നതും ആര് കാണുകയുണ്ടായി? ആ ബോയ് കാണുകയുണ്ടായി. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്. എന്നാൽ ആര്, അല്ലെങ്കിൽ എന്താണ് അതിനെ കൊന്നത്? ദർ വാസ് നോ മാൻ ഓർ അതർ ക്രീച്ചർ ടു ബി സീൻ. ഒരു വ്യക്തിയെയോ മറ്റുള്ള ജീവികളെയോ ഒന്നിനെയും തന്നെ അവിടെ കാണാനായി കഴിഞ്ഞില്ല. സഡൻലി ദ ബോയ് ഒബ്സർവ് ദാറ്റ് ദ മൗത്ത്സ് ഓഫ് ഓൾ ദ കാറ്റ്സ് ഹി ഹാഡ് ഡ്രോൺ ദ നൈറ്റ് ബിഫോർ വെർ റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ്. പെട്ടെന്നാണ് അവൻ ഒരു കാര്യം കണ്ടത്. എന്ത്? ആ കഴിഞ്ഞ ദിവസം വരച്ച പൂച്ചകളുടെ വായി നിറച്ച് എന്ത് ചെയ്തിരിക്കുന്നു? രക്തം കൊണ്ട് നനഞ്ഞിരിക്കുന്നതായിട്ട് അവൻ കണ്ടു. Then he knew that the goblin had been killed by the cats which he had drawn. അവൻ വരച്ച ആ പൂച്ചകളാണ് അതിനെ കൊന്നത്, ഗോബ്ലിനെ കൊന്നത് എന്ന് അവന് മനസ്സിലായി. And then also for the first time he understood why the wise old priest had said to him, avoid large places at night, keep too small.
ആദ്യമായിട്ട് ആ പുരോഹിതൻ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അവന് മനസ്സിലായി. എന്ത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആദ്യമായിട്ട് അവന് മനസ്സിലായി. കാരണം എന്ത് ചെയ്തു? അവൻ ആ ഒരു ചെറിയ ക്യാബിനറ്റിൻ്റെ അകത്ത് കയറി കിടന്നത് കൊണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ബോക്സ് പോലുള്ള മുറിക്കകത്ത് കയറി കിടന്നത് കൊണ്ട് എന്ത് ചെയ്തു? അവന് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അവൻ ആദ്യമേ കിടന്ന സ്ഥലത്താണ് കിടന്നിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ ജീവി ചിലപ്പം അവനെയും ആക്രമിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്തു? ആദ്യമായിട്ട് പുരോഹിതൻ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അവന് മനസ്സിലായി. ആഫ്റ്റർ വാട്ട് ദാറ്റ് ബോയ് ബിക്കെയിം എ വെരി ഫേമസ് ആർട്ടിസ്റ്റ്. അതിനുശേഷം ആ ബോയ് എന്ത് ചെയ്തു? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായി തീർന്നു. സം ഓഫ് ദ ക്യാറ്റ്സ് വിച്ച് ഹി ഡ്രൂ ആർ സ്റ്റിൽ ഷോൺ ടു ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ. ഇപ്പോഴും ജപ്പാനിൽ വരുന്ന ട്രാവലേഴ്സിന് അവൻ വരച്ച എന്ത് ചെയ്യുന്നുണ്ട്? പൂച്ചകളുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇതിനകത്തുള്ളത് ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് നട്ട്സ് പറഞ്ഞിരിക്കുന്നത്.